അവകാശങ്ങൾക്ക് വേണ്ടി സംഘടിക്കേണ്ടത് ജാതി മത ചിന്തകൾക്ക് അതീതമായി ആവണമെന്നുള്ള ദീർഘദൃഷ്ടിയോട് കൂടിയിട്ടുള്ള KMCD സാഹിത്യത്തെ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം അതിന് സ്വതന്ത്ര തൊഴിലാളികളെ 1957 രൂപീകൃതമാകാൻ കഴിയുമെന്നും ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ വർത്തമാനകാല ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും വർഗത്തിൻ്റെയും അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ഒക്കെ പേരിൽ രാജ്യത്തെ വിവിധ വിഭാഗങ്ങൾ വിധിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിധിക്കപ്പെടുന്ന സാഹചര്യം, അത് പ്രത്യേകിച്ച് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരുകളിൽ തന്നെ അതിന് മുൻകൈ എടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മളെല്ലാം. ഇപ്പോൾ ഈ ഒരു പ്രസ്ഥാനത്തിലാണ് നമുക്കൊക്കെ അറിയാം, വിവിധ മേഖലകളിലുള്ള ആളുകളാണ്, വിവിധ സമുദായങ്ങളിലെ ആളുകളാണ്, വിവിധ തലങ്ങളിൽ ജോലിയെടുക്കുന്ന വിവിധ വിഭാഗം തൊഴിലാളികളുടെ ഒരു ഏകീകൃത സ്വഭാവമാണ് കേരളത്തിലെ സ്വതന്ത്ര തൊഴിലാളി പ്രസ്ഥാനം. 67 വർഷങ്ങൾ നമ്മൾ പിന്തുടർന്നു. നമുക്കൊക്കെ അറിയാം, ദീർഘകാലമായിട്ടുണ്ടായിരുന്ന സ്വതന്ത്ര തൊഴിലാളികളുടെ രൂപമല്ല ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തിനകത്തുള്ളത്. അന്ന് കൈവണ്ടി തൊഴിലാളികളും തൊഴിൽ തൊഴിലാളികളും മാത്രമായി ഉൾക്കൊണ്ടിരുന്ന ഒരു സ്വതന്ത്ര തൊഴിലാളി പ്രസ്ഥാനം ഇന്ന് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലടക്കം, അതല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലടക്കം ജീവനക്കാർ ഉൾക്കൊള്ളുന്ന വലിയൊരു മഹത്തായ പ്രസ്ഥാനമായി കേരളത്തിനകത്തും നമ്മൾ പ്രവർത്തിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങളിലും നമ്മൾ പ്രവർത്തിച്ചു വരുന്നത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. ഏകദേശം സംസ്ഥാനത്ത് 2 ലക്ഷത്തോളം മെമ്പർഷിപ്പ് പൂർത്തീകരിക്കപ്പെട്ടു. നമുക്കറിയാം, 2023 മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി മാസം 25-ാം തീയതി രൂപീകൃതമാകുന്നു. വളരെ കൃത്യമായിട്ട് നമുക്കൊക്കെ അറിയാം, മെമ്പർഷിപ്പ് ക്യാമ്പയിനും ആ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഷെഡ്യൂളിനകത്ത് ഓരോ പ്രാവശ്യവും ഓരോ സംഘടനാ തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്ന കൃത്യമായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ മോശഘടകങ്ങളിലെ ഒരു ഘടകമാണ് സ്വതന്ത്ര തൊഴിലാളികൾ. മറ്റ് മോശഘടകങ്ങളെ പോലെ അല്ല. നമുക്കിപ്പോൾ പറയാം, 2023 മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസം 25-ന് കോഴിക്കോട് വെച്ച് നടന്ന സംസ്ഥാന സ്വതന്ത്ര തൊഴിലാളികളുടെ കമ്മിറ്റി വരുന്നത്. 2024 മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പ്രവർത്തനം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. ആ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷം തന്നെ അവസാനത്തിൽ നമ്മുടെ ജില്ലാ കമ്മിറ്റികളുടെ രൂപീകരണം ഉണ്ടാവുന്നത്. 2025 മെമ്പർഷിപ്പിനകത്ത് ഫെഡറേഷനുകളുടെ സംസ്ഥാന കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും രൂപീകരിക്കും. ഈ ഒരു പ്രക്രിയ കഴിഞ്ഞ 1 ദശാബ്ദമായിട്ട് സ്വതന്ത്ര തൊഴിലാളികൾ കൃത്യമായി ഓരോ വർഷം നടക്കുന്ന മെമ്പർഷിപ്പിനകത്ത് കൃത്യമായിട്ട് ഓരോ തലങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ സംഘടനാ രംഗത്തുണ്ടാക്കുകയും ആ രീതിയിൽ സംഘടനയുടെ പ്രവർത്തനം വളരെ കൃത്യമായ രീതിയിൽ നിർവഹിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നേരത്തെ പാകിസ്ഥാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഞായറാഴ്ചയാണ്. ഒരുപാട് കല്യാണങ്ങളൊക്കെ എല്ലാം ഉള്ള ഒരു സമയമുണ്ട്. തൊഴിൽ മേഖലയെ സംബന്ധിച്ചോളം നമുക്കൊക്കെ അറിയാം, 1978 ഉണ്ടാക്കിയ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിക്കപ്പെടുന്ന ഏകദേശം 4 ദശാബ്ദക്കാലമായി ഒരു നിയമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. പക്ഷെ ആ നിയമത്തെ പലതരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ ഒരു പ്രിയ സുഹൃത്തുക്കളെ പറയേണ്ടായി കേന്ദ്രങ്ങളുടെ ഒരു അറ്റാക്കം കാർഡ് നൽകിയതുമായി സംബന്ധിച്ചു. അത് നമുക്കൊക്കെ അറിയാം. കാരണം കോടതികൾ പലപ്പോഴും വളരെയധികം തൊഴിലാളികൾ തന്നെ ഇപ്പോൾ നമുക്കൊക്കെ അറിയാം. ഇടക്കാലത്ത് കേരളത്തിലെ ഒരു ജഡ്ജിയുടെ പ്രസക്തമായ വീഡിയോ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത് ഇത്തരത്തിലൊരു തൊഴിൽ അനിവാര്യമാണോ എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം പോകുന്നത്. കാരണം തലച്ചോറെടുക്കുന്നത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുന്നതോടൊപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ആ നിയമങ്ങളൊക്കെ രാജ്യത്ത് മാറിപ്പോയി എന്നുള്ളത് മനസ്സിലാക്കാതെ പോലും ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ തൊഴിലാളി വിഭാഗം അല്ലെങ്കിൽ തൊഴിലാളി എന്ന് കേൾക്കുമ്പോൾ അത് വഴിമാറി ഉടമകൾക്ക് വേണ്ടി കോടതി വിധികൾ മാറപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലാണ് പറഞ്ഞത്. പക്ഷേ പലപ്പോഴും അത്തരം കാര്യങ്ങളിൽ കൃത്യമായ രീതിയിൽ തൊഴിലാളി സംഘടനകളുടെ ഇടപെടലുകൾ ഇല്ലാത്തതാണ് പലപ്പോഴും അത്തരത്തിലുള്ള സാഹചര്യത്തിൽ. പലപ്പോഴും തന്നെ പോയി
കഴിഞ്ഞ മാസത്തിൽ എറണാകുളപ്പാറയിൽ ഇത്രയൊരു സംഭവം ഉണ്ടായി. ആ സംഭവത്തിനകത്ത് അവിടുത്തെ കൃത്യമായ തൊഴിലാളി സംഘടന ഇടപെടുകയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അവിടെ കൊടുത്ത ലേബർ കാർഡുകൾ റദ്ദ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളത് പറയാതിരിക്കാനുള്ളതാണ്. അതോടൊപ്പം തന്നെ ബോർഡുമായി ബന്ധപ്പെട്ട വിഷയം നമുക്കൊക്കെ അറിയാം. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് എറണാകുളത്ത് സംസ്ഥാന ബോർഡ് നമ്മുടെ അഭിഭാഷകരുടെ ഒരു യോഗം വിളിച്ചെടുത്തിട്ടുണ്ട്. ആ യോഗത്തിനകത്തുള്ള ഒരു കാര്യം, ഒരു അഭിഭാഷകൻ നേരത്തെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്കൊക്കറിയാം, അതോ ഈ ECC ക്ലെയിമിലൂടെ നമ്മുടെ തൊഴിലാളികൾക്ക് കിട്ടിയിരുന്ന നിരവധി ആളുകളുണ്ട്. യാതൊരു തർക്കമില്ല. അപ്പോൾ നമുക്കെല്ലാവരെയും ഉദ്യോഗസ്ഥർക്ക് അറിയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഒരു CIT തൊഴിലാളി അന്ന് ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല, സമയത്ത് 10 ലക്ഷത്തിന് മുകളിലൊക്കെ ECC ക്ലെയിം ചെയ്തിരുന്ന സാഹചര്യം. അതിൽ ജോലിക്കിടയിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ തൊഴിലാളിക്ക് നൽകുന്ന ഒരു പരിരക്ഷയായിട്ടായിരുന്നു ജോലി. പക്ഷേ ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ നമ്മുടെ തന്നെ ചില അഭിഭാഷകർ, ആ അഭിഭാഷകരുടെ ഒരു ലീഗൽ ഒപ്പീനിയന്റെ മുകളിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഏകദേശം 65ഓളം അപേക്ഷകൾ, അതിൽ തന്നെ 10ഓളം അപേക്ഷകർ മരണമടഞ്ഞു പോയ ആളുകൾ. അവർ ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെട്ടതുകൊണ്ട് തന്നെ ജീവിതജന്യ രോഗങ്ങൾക്ക് ECC നൽകാൻ കഴിയില്ല എന്നുള്ള ഒരു ഉത്തരവുമായിട്ടാണ് ECC കമ്മീഷൻ കൊണ്ടുവരുന്നത്. നിരന്തരമായി എല്ലാ സംഘടനകളും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 2-ാം തീയതി കേരളത്തിലെ നമ്മുടെ അഭിഭാഷകരെ വിളിച്ചു നിർത്തിക്കൊണ്ട് യോഗം ചെയ്യുകയും നേരത്തെ നൽകിക്കൊണ്ടിരിക്കുന്ന അത്തരം ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണമെന്നും സംസ്ഥാന ബോർഡ് തീരുമാനിക്കപ്പെടുകയും ചെയ്ത എന്തായാലും അതിന്റെ നടപടിക്രമങ്ങൾ ഈ ഒരാഴ്ചത്തോളം നോക്കിപ്പെട്ട് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുമെന്നുള്ള കാര്യമാണ് ഉറപ്പുവരുത്തുന്നത്. അതോടൊപ്പം തന്നെയാണ് പറയുന്നത്, 4 ദശാബ്ദക്കാലമായി നമ്മൾ നിരന്തരമായി ഉള്ള ഈ നിയമത്തിനകത്തെ പള്ളു ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ തൊഴിൽ നടത്തിക്കൊണ്ട സാഹചര്യത്തിൽ അതിനെതിരെ സ്വന്തം തൊഴിലാളികളുടെ കൂട്ടായി ഒക്കെ ഉണ്ടാക്കിയ പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനീയരായ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇരുന്നുകൊണ്ട് പുതിയ തൊഴിലാളി ഭേദഗതി നിയമം കഴിഞ്ഞ 2 വർഷം മുമ്പ് സംസ്ഥാന ഗവൺമെന്റിന്റെ മുമ്പിൽ സമർപ്പിക്കണം. പക്ഷേ എന്തോ ചില കാരണങ്ങൾ കൊണ്ട് തന്നെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ആണെങ്കിൽ പോലും ശരി, തൊഴിലാളി ഗവൺമെന്റ് ആണ് എന്ന് പറയപ്പെടുന്ന ആ ഗവൺമെന്റിൽ നിന്ന് ആ നിയമം നിയമസഭയിലേക്ക് കൊണ്ടുവന്ന് അത് അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമില്ല എന്നുള്ളത് വളരെ കേന്ദ്രപൂർവ്വം ശരിയാസത്തിൽ അറിയിക്കുന്നത്. പക്ഷേ ഇത് കേരളത്തിലെ തൊഴിലാളികൾക്ക് മനസ്സിലായി എന്നുള്ള കാര്യം അത് തുറന്നുകൊണ്ടുണ്ട്. കാരണം ഈ പ്രക്ഷോഭ രംഗത്തൊക്കെ നിൽക്കുന്ന പല സമയങ്ങളിൽ അതോ കേരളത്തിലെ ചില വമ്പന്മാർക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിലെ തൊഴിലാളികളെ മര്യാദപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ നിലനിൽക്കുന്നത്. എന്തായാലും ഈ നിയമസഭാ സമ്മേളനത്തിലെങ്കിലും നമ്മളുണ്ടാക്കിയ അല്ലെങ്കിൽ നമ്മുടെ ആഭ്യന്തര നേതാക്കന്മാരൊക്കെ കൂടി ഉണ്ടാക്കിയ കേരളത്തിലെ തൊഴിലാളി നിയമത്തിന്റെ ഭേദഗതി പുതുതായ രീതിയിൽ പരിഷ്കരിക്കപ്പെടുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് കേരളത്തിലെ തൊഴിലാളി സമൂഹം പോകേണ്ടി വരുമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എന്തായാലും 67ാം വാർഷികത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണയിൽ ഇത്തരത്തിൽ നല്ല ഒരു പരിപാടി സംഘടിപ്പിച്ച നിയോജകമണ്ഡലം തൊഴിലാളി ഫെഡറേഷൻ കമ്മിറ്റിയും അതിന് നേതൃപരമായ സംഘാടന നൽകിയ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഫാറൂഖിനെയും നാസറിനെയൊക്കെ ഈ അവസരത്തിൽ മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് വേണ്ടിയും സംസ്ഥാന ഫെഡറേഷന് വേണ്ടിയും അഭിനന്ദിച്ചുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ജയശ്രീ. നമസ്കാരം. ആദരണീയനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ കച്ചേരി ഫാറൂഖ് അവരുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവിൻ്റെ സെക്രട്ടറി ഫെഡറേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള മജീദ് ബദാഞ്ചിറ, എസ്ഡിഎഫിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട സി നാസർ സാഹിബ്, പെരിന്തൽമണ്ണ മുനിസിപ്പൽ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ നാഗത്ത് ബഷീർ സാഹിബ്, പെരിന്തൽമണ്ണ നിയോജകമണ്ഡലം എസ്ഡിഎഫിൻ്റെ പ്രസിഡന്റും മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയുമായിട്ടുള്ള തെക്കത്ത് ഉസ്മാൻ സാഹിബ്, സംസ്ഥാന എസ്ഡിഎഫിൻ്റെ ഭാരവാഹിയായിട്ടുള്ള പ്രിയപ്പെട്ട അഷ്റഫ് പുത്തൂര്, പ്രിയപ്പെട്ട ഫിറോസ്, പ്രിയങ്കനായ നാസർ, പ്രിയപ്പെട്ട ഫിറോസ്, വിജയൻ, കുഞ്ഞാപ്പ, മമ്മൂട്ടി, തങ്ങൾ, പ്രിയപ്പെട്ട ബഷീർ, സുധീർ, മറ്റ് നല്ലവരായ സഹോദരന്മാരും സുഹൃത്തുക്കളെ, കരീം,
ഇന്നിവിടെ സൂചിപ്പിച്ചതുപോലെ സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട് 67ാമതവും സ്ഥാപക ദിനമാണ് ഇന്ന്. സംസ്ഥാനത്തൊട്ടാകെ ഇതുപോലത്തെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 8 മണിക്കും 8:30 മണിക്കും 9 മണിക്കുമൊക്കെയായി പതാക ഉയർത്തൽ കർമ്മവും അത് കഴിഞ്ഞ് ഇതുപോലത്തെ കൂട്ടായ്മകളും നടന്നു വരികയാണ്. സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ 67 വർഷക്കാലത്തെ ചരിത്രം പലപ്പോഴും നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. മഹാനായ KMCD സാഹിബ് തുടക്കം കുറിച്ച ഒരു പ്രസ്ഥാനമാണ് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ. ഇന്ന് കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് തന്നെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ധീരോദാത്തമായ നിലപാടുകൾ എടുക്കുകയും വളരെ അധികം പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ മാറിയിരിക്കുകയാണ്. രാജ്യം ഭരിക്കുന്ന മോദി സർക്കാർ ഈ രാജ്യത്തെ തൊഴിലാളികളുടെ ഒരുപാട് അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ഡൽഹിയിലടക്കം പോയി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തൊരു പ്രസ്ഥാനമാണ് SPU. രാജ്യത്ത് ജീവിക്കാൻ പ്രയാസം അനുഭവിച്ചുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെയൊക്കെ വില വർദ്ധിച്ചിരിക്കണമെന്ന് നമുക്കറിയാം. പെട്രോളിയത്തിന്റെ വില വർദ്ധിച്ചു, ഗ്യാസിന്റെ വില കൂടി, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. പക്ഷെ അതേ സമയത്ത് ഈ ഒരു പൊതു തെരഞ്ഞെടുപ്പിലൂടെ മുന്നോട്ട് പോകുന്ന ഈ അവസരത്തിൽ 10 വർഷം ഭരിച്ച ഒരു സർക്കാരിന് അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് തങ്ങൾ ഭരിച്ചിട്ട് 10 വർഷക്കാലമായപ്പോൾ എന്തൊക്കെ നേട്ടമാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിച്ചത് എന്നൊരു പ്രസംഗത്തിൽ പോലും നമുക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. 400 രൂപയോളം ഉണ്ടായിരുന്ന ഗ്യാസിന് ഞാൻ വില കുറക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയ ആളാണ്. 70 രൂപയുണ്ടായിരുന്ന പെട്രോളിന് വില കുറക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയ ആളാണ് മോദി. ഞാൻ ആ വില കുറച്ചിട്ടുണ്ട് എന്റെ നാട്ടിലെ സഹോദരങ്ങളെ എന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നതിന് കേട്ടിട്ടില്ല. ഹിന്ദുവിന്റെ പേര് പറഞ്ഞ്, അമ്പലത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് നെട്ടുകയാണ്. മുസ്ലിങ്ങളെ ഒന്നാകെ അധിക്ഷേപിച്ചുകൊണ്ട് വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് രാജ്യത്ത് വെറുപ്പും വിദ്വേഷവും പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ രാജ്യത്ത് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ 80% നമുക്കറിയാം. ആ ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രത്യേകമായി ചെയ്തു എന്ന് പറയാൻ ഈ മോദിക്ക് കഴിയുന്നുണ്ടോ? ഒന്നും കഴിയുന്നില്ല. വില വർധനവിൽ ഗ്യാസിന്റെ വില വർദ്ധിക്കുമ്പോൾ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ വീട്ടിന്റെ ഉമ്മരത്ത് പോയിട്ട് നിങ്ങൾ എന്നിവർ തന്നാൽ മതി എന്ന് പറഞ്ഞ് ഇറക്കി കൊടുക്കുന്നില്ല. പെട്രോളിന് വേണ്ടി പമ്പിൽ പോയിട്ട് അവര് വണ്ടി നിർത്തുമ്പോൾ ഹിന്ദുക്കളാണെങ്കിൽ നിങ്ങൾ 50 രൂപ അല്ലെങ്കിൽ 60 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞ് കുറക്കുന്നില്ല. അപ്പൊ ഈ രാജ്യത്തുള്ള എല്ലാ ആളുകളും പ്രയാസം അനുഭവിച്ച് മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് തൊഴിലാളികൾ. ആ തൊഴിലാളികൾ പ്രയാസം അനുഭവിക്കുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താൻ ആളുകൾ വേണം. അതിനുവേണ്ടി ധീരമായ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനമാണ് SPU എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി കഴിഞ്ഞ കുറെ കാലമായിട്ട് 10ാം വർഷത്തിലേക്ക് അദ്ദേഹം കിടക്കണം. തൊഴിലാളികളുടെ പേര് പറഞ്ഞ അധികാരത്തിലുള്ള ആളുകളാണ്. ഇന്നത്തെ തൊഴിലാളികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അവകാശങ്ങളൊക്കെ ഒന്നൊന്നായി ഹനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ, സമരങ്ങൾ, ഒരുപാട് ഫെഡറേഷനുകൾ നിരന്തരമായിട്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് വെച്ചിട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തിയത്. നിങ്ങളൊക്കെ അതിൽ പങ്കാളികളായിട്ടുണ്ടാവും. ചുമട്ടിന്റെ, ഡ്രൈവേഴ്സിന്റെ, അതുപോലെ തന്നെ കർഷക തൊഴിലാളി എല്ലാ വിഭാഗം ആളുകളും തിരുവനന്തപുരത്തേക്ക് പോയിട്ട് അവിടെ ഈ സമര പരിപാടിയിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള മാർച്ചിലും ധർണയിലും പങ്കെടുത്തിട്ടാണ് നിങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സർക്കാർ തൊഴിലാളികൾക്ക് നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ധീരോദാത്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഈ പ്രസ്ഥാനം. അപ്പൊ അതില് നമ്മൾ കൂടുതൽ അംഗങ്ങളെ ചേർക്കേണ്ടതുണ്ട്. പരമാവധി ചുമട്ട് തൊഴിലാളികൾ, ഇവിടെ കൂടിയിരിക്കുന്ന ചുമട്ട് തൊഴിലാളികളുടെ ഒരു സംഘമാണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ പ്രദേശങ്ങളിൽ കരിക്കലത്താണിയിലാണെങ്കിലും പെരിന്തൽമണ്ണയിലാണെങ്കിലും മേലാറ്റൂരാണെങ്കിലും പട്ടിക്കാടാണെങ്കിലും ഒക്കെ ഇനിയും ഒരുപാട് ആളുകളെ നമുക്ക് ചേർക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ പുതിയ തലങ്ങളിൽ നമുക്ക് ചുമട്ട് തൊഴിലാളി യൂണിറ്റ് ഉണ്ടാക്കി അതുകൂടി ശക്തിപ്പെടുത്താൻ കഴിയുന്ന നേതൃത്വം ഇവിടെയുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി അവരെ ശ്രദ്ധിക്കണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ എല്ലാ സപ്പോർട്ടും ഈ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സംസാരം നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ്
തൊഴിലാളികൾക്കെതിരെ വരുന്ന എല്ലാ കരിയ നിയമങ്ങൾക്കും നടപടികൾക്കും എതിരെ ഏറ്റവും ശക്തമായി പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും അതിനെതിരെ ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത UDF-ലെ ഏക തൊഴിലാളി സംഘടനയാണ് STU. ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ തൊഴിലാളി സംഘടനകൾ ഇപ്പോൾ തൊഴിലാളികൾക്ക് വേണ്ടി സമരം ചെയ്യാറില്ല. പക്ഷെ സ്വതന്ത്ര തൊഴിലാളികളുടെ എക്കാലത്തും ഭരണത്തിൽ ആയിരിക്കുന്നു അല്ലെങ്കിൽ അധികാരികളായ അവരുടെ മുഖം നോക്കാതെ തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ചൂട് തൊഴിലാളികൾക്കെതിരെയുള്ള നിയമങ്ങൾ നമ്മുടെ കാലത്ത് ചില നീക്കങ്ങൾ നടന്നപ്പോഴും അതിനെതിരെ ഒറ്റക്കെട്ടായി സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ്. ഇപ്പോഴും ആദ്യമായി അതിനെതിരെ സമരം ചെയ്ത് ക്ഷേമനിധി ബോർഡിന്റെ മുമ്പിലും അതിനോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നിയമസഭാ ഓഫീസിന്റെ മുമ്പിലൊക്കെ സമരം നടത്തിയത് സ്വതന്ത്ര തൊഴിലാളിയാണ്. അത് സ്വതന്ത്ര തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തൊഴിലാളിയും മുതലാളിയും രണ്ട് വിഭാഗമാണ്. മുതലാളി എന്നും തൊഴിലാളിയുടെ ശത്രുവാണെന്ന് പറഞ്ഞിരുന്ന ഒരു വിഭാഗം കാലമാറിയപ്പോൾ STUവിന്റെ നിലപാടിലേക്ക് വന്നു. തൊഴിലുടമയും തൊഴിലാളിയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. തൊഴിലുടമയില്ലാതെ തൊഴിലാളി അവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് തൊഴിലാളി സ്വയം ഇല്ലാതെയാകുന്നതിന് തുല്യമാണ്. അപ്പൊ അവരെ കൂടെ നിർത്തി രണ്ട് വിഭാഗം മർമ്മപ്രധാനമാണ് എന്ന് ബോധ്യപ്പെടുത്തി തൊഴിൽ മേഖല ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നിലപാട് സ്വീകരിച്ചുള്ള സ്വതന്ത്ര തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും വളരെ പ്രസക്തമാണ്. സ്വതന്ത്ര തൊഴിലാളികളുടെ പ്രവർത്തനം സംസ്ഥാന തലം വിട്ട് അഖിലേന്ത്യാ തലം വരെ വ്യാപിച്ചു. തൊഴിലാളി നിലനിൽക്കണമെങ്കിൽ സംഘടിത ശക്തി വേണം. ഇന്ത്യ രാജ്യത്തെ കുറിച്ച് രൂപം കൊണ്ടിട്ടുള്ള പുതിയ നിയമങ്ങൾ, ആ നിയമങ്ങളുടെ ഭാഗമായി ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി സാധാരണ തൊഴിലാളികളുടെ തൊഴിൽ ഓരോ ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഡെയില്യൂട്ട് ചെയ്ത് പോവുകയാണ്. തൊഴിലില്ലാത്ത പ്രശ്നമല്ല, തൊഴിൽ ഡെയില്യൂട്ട് ചെയ്ത് പോവുകയാണ്. തൊഴിലാളികൾ നിൽക്കാൻ പറ്റാത്ത ചുറ്റുപാടിലേക്ക് തൊഴിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് സംഘടിത ബോധമില്ലെങ്കിൽ, നമുക്ക് സംഘടിത ശക്തി ഇല്ലെങ്കിൽ നമുക്ക് ആ തൊഴിൽ നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ അംഗങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ തൊഴിലാളികളും. ആ സംഘടന നിർദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളും പരിപാടികളും വിജയിപ്പിക്കാനും അതിൽ പങ്കാളിത്തം വഹിക്കാനും അതിന് മുന്നിൽ നിൽക്കാനും ഓരോ തൊഴിലാളികളും മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ തൊഴിൽ നിലനിർത്തി ജീവിതം നിലനിർത്തി മുന്നോട്ട് പോകാൻ സാധിക്കും. പകുതിയിലധികം ലീവ് എടുത്താൽ പോലും ആ തൊഴിലാളിക്ക് കൃത്യമായി മിനിമം അറ്റൻഡൻസ് ഉണ്ടാകും. ആ അറ്റൻഡൻസ് കിട്ടിയ തൊഴിലാളികൾ മാത്രമേ എന്തെങ്കിലും അപകടം പറ്റിയാലോ ആപത്ത് പറ്റിയാലോ ബോർഡിന്റെ ആനുകൂല്യം കിട്ടുള്ളൂ. കേരളത്തിലെ ഏറ്റവും ശക്തമായി നിലനിൽക്കുന്ന, ഏറ്റവും കൂടുതൽ ആനുകൂല്യം കൊടുക്കുന്ന ഈ 42ഓളം ആനുകൂല്യങ്ങൾ ആ ബോർഡ് കൊടുക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ 46 സംശയം. അത്രയും എണ്ണം ആനുകൂല്യം കൊടുക്കുന്ന ഒരു ബോർഡ് കേരളത്തിൽ. മാത്രമല്ല, തൊഴിലാളിക്കും മാത്രമല്ല അവര് ആശ്രിതർക്കും. സാധാരണ നമ്മൾ ആശ്രിതർ എന്ന് പറയാ ഭാര്യ, മക്കൾ, അല്ലേ, ഇവരല്ല. ഇതത് മാത്രമാണോ? ആ കുടുംബത്തിലുള്ള ബന്ധത്തിൽപ്പെട്ട എല്ലാവർക്കും, സഹോദരനും സഹോദരിക്കും, ഉമ്മാക്കും ബാപ്പാക്കും ഒക്കെ ആനുകൂല്യം കിട്ടും. അത് ആരുടെ ഫലമായിട്ടാണ്? നിങ്ങൾക്ക് കൃത്യമായ അറ്റൻഡൻസ് ഉണ്ട് എന്നുള്ളതിന്റെ ഒറ്റ അടിസ്ഥാനത്തിലാണ്. ആ അറ്റൻഡൻസ് നിലനിർത്തി തന്നെയും തന്റെ കുടുംബത്തിന്റെയും സുരക്ഷ ഉറപ്പുവരുത്താൻ ഒരു തൊഴിലാളിക്ക് ബാധ്യതയില്ലേ? അപ്പൊ തൊഴിലാളിക്ക് പിന്നെ എന്താ ബാധ്യത? ഈ രാവിലെ പോയി തൊഴിലിക്ക കിട്ടുന്ന പൈസ വാങ്ങിക്കാൻ ചെലവാക്കുന്നത് മാത്രമാണ്. അവനവന്റെ സുരക്ഷിതത്തെ കുറിച്ചൊരു ബോധം വേണ്ടേ? അപ്പൊ കൃത്യമായി അടക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഇനിയെങ്കിലും കൃത്യമായി ആ അറ്റൻഡൻസ്, മിനിമം അറ്റൻഡൻസ് എങ്കിലും വാങ്ങിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ തൊഴിലാളികളുടെ ഭാഗത്ത് ഉണ്ടാവണം. അപ്പൊ നമുക്കൊരു മുമ്പിലൊരു പ്രയാസം നമുക്കറിയാം. അനക്കും കരിങ്കലത്താണ് യൂണിറ്റിൽ ചുമക്ക് തൊഴിലാളി, അയാളെ പറ്റി ഒരു ദിവസം കഴിയും. ഒരേ നാട്ടിലൊക്കെ പാടെ കൂടി തല്ലി കൊല്ലുന്നു. ഇപ്പൊ അയാൾ ആശുപത്രിയിലാണ്. ബോർഡിൽ നിന്ന് എന്താ ആനുകൂല്യം? ഒരാനുകൂല്യം കിട്ടും. എന്താ കാരണം? അയാൾക്ക് മിനിമം അറ്റൻഡൻസ് ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റിൽ അതിന് ചെലവായ മിനിമം പൈസയും കിട്ടിയത് 1.5 ലക്ഷം അല്ലേ? 1.5 ലക്ഷം അല്ലേ? 1.5 ലക്ഷം രൂപയാണ് തൊഴിലാളിക്ക് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും സംഖ്യ ഉണ്ടെങ്കിൽ അയാൾക്ക് അത്രയൊന്നും വരില്ല അടുത്ത ദിവസം.
അപ്പൊ അതിന് ഒരാളെ ബുദ്ധിമുട്ടിക്കാതെ ചികിത്സക്ക് പൈസ കിട്ടിയിരുന്നില്ല. ഇനി നാളെ ഇനി അയക്കല്ല അവരെ മക്കൾക്കായിരിക്കെങ്കിലും ഒരു അപകടം വരികയാണ്. ഒരു മനുഷ്യന്റെ കാര്യം പറയാൻ പറ്റും, നിങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ആപത്തും വരാതെ ഞാൻ 60 വയസ്സ് വരെ ഞാൻ സർവീസിൽ കുത്തിരിക്കും നിങ്ങൾക്ക് ആയിരിക്കും പറയാൻ പറ്റും. ഇതിനും കുടുംബപരമായ സംരക്ഷണത്തിനും നിങ്ങളുടെ സ്വന്തം സംരക്ഷണത്തിനും വേണ്ടിയിട്ടാണ് ചുവട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിയമം വന്നത്. ഏറ്റവും കൂടുതൽ പെൻഷൻ അസംഘടിത തൊഴിലാളി മേഖലയിൽ അസംഘടിത തൊഴിലാളികളാണോ ഏറ്റവും കൂടുതൽ പെൻഷൻ സ്വഭാവങ്ങളൊക്കെ മാറി ക്ഷേമ ബോർഡിന്റെ കീഴിൽ സമാധാന അന്തരീക്ഷത്തിലാണ് തൊഴിലുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അറിയുന്നത് പോലെ തന്നെ ഉള്ള തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ട്. പുതിയ സ്ഥാപനങ്ങൾ വരുമ്പോൾ ഹൈക്കോടതിയിൽ പോയി അറ്റാച്ച്ഡ് കാർഡ് സമ്പാദിച്ച് ആ തൊഴിലുടമ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. അതിലൂടെയൊക്കെ നമ്മുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് എന്നെക്കാളും അറിയാവുന്ന തൊഴിലാളികളാണ്. അപ്പോൾ നമ്മളെല്ലാം തൊഴിൽ സംരക്ഷിക്കപ്പെടേണ്ടത് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഓരോ തൊഴിലാളികളുടെ ഉത്തരവാദിത്തമാണ്. അതിന് സംഘടനക്കും വലിയ ഉത്തരവാദിത്തമാണ്. ആ സംഘടനാ ഉത്തരവാദിത്തം നിറവേറ്റുമ്പോൾ നമ്മുടെ തൊഴിലാളികളുടെ ഉത്തരവാദിത്തം തൊഴിലാളികൾ നിറവേറ്റുന്നില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലെ വലിയ ഒരു പ്രതിസന്ധി പ്രയാസം പല സാഹചര്യത്തിലും പല സമയത്തും നമുക്ക് അത് നേരിടേണ്ടതായി വരുന്നുണ്ട്. അവർ തൊഴിലാളിക്കൊരു വിഷയം വരുമ്പോൾ അത് ഓരോ വിഷയമാണ് എന്ന് കാണാതെ അത് നമ്മളുടെ തൊഴിലാളിയാണ് നമ്മളുടെ വിഷയമാണ് എന്ന ഒരു തിരിച്ചറിവാണ് നമുക്ക് ആദ്യം വേണ്ടത്. അത് സ്വന്തം തൊഴിലാളി യൂണിയന്റെ പല തൊഴിലാളികൾക്കും ഇല്ലാതെ പോകുന്നു എന്നുള്ളത് ഒരു ദുഃഖകരമായ ഒരു സാഹചര്യം നമ്മുടെ ഇടയിൽ നിലനിൽക്കുകയാണ്. അപ്പം അതിനൊരു മാറ്റം അനിവാര്യമാണ്. അതിന് എല്ലാവരുടെയും പിന്തുണയും സഹായവുമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നാസർ സൂചിപ്പിച്ചതുപോലെ പല ഘട്ടങ്ങളിലായിട്ട് നമ്മളെ പല തൊഴിലാളികൾക്കും രോഗം കൊണ്ടും പല അപകടങ്ങളും കൊണ്ടും പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. സംസ്ഥാന ജില്ലാ കമ്മിറ്റികളുടെയൊക്കെ ഒട്ടനവധി പരിപാടികൾ, അത് സെക്രട്ടേറിയറ്റ് മാർച്ച് ആയിക്കോട്ടെ, നമ്മുടെ സമ്മേളനങ്ങളായിക്കോട്ടെ, അതിനൊക്കെ നമുക്ക് വലിയ ഭീമമായ അവസാനം നടന്ന നമ്മുടെ മാർച്ച്, ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വന്ന മാർച്ച്, ഇതിനൊക്കെ നമുക്ക് വലിയ ഭീമമായ സംഖ്യകൾ മണ്ഡല കമ്മിറ്റിക്ക് ചെലവ് വരികയാണ്. ആ മണ്ഡല കമ്മിറ്റി ഒരു സംഘടനയും ആശ്രയിക്കാതെ മറ്റ് യൂത്ത് ലീഗ് ആയിക്കോട്ടെ MSF ആയിക്കോട്ടെ അവര് മണ്ഡല മുസ്ലിം ലീഗ് കമ്മിറ്റി ആശ്രയിച്ചാണ് അവരൊക്കെ പരിപാടി നടത്താറ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ തൊഴിലാളികൾക്ക് കയ്യിൽ നീട്ടി വാങ്ങി ആ കൊണ്ട് പൈസ കൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രവർത്തനവും നടത്തുന്നത്. ഭീമമായ സംഖ്യ ഈ കഴിഞ്ഞ ഒരു 6-7 മാസത്തിനുള്ളിൽ ഏകദേശം 2 ലക്ഷം രൂപയിലധികം ഇവിടെ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. ഇതിന്റെ കണക്കൊക്കെ അടുത്ത കമ്മിറ്റി അത് അവതരിപ്പിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊരു മണ്ഡല കമ്മിറ്റി, മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെയോ ഒരു മുനിസിപ്പൽ കമ്മിറ്റിയുടെയോ ഒന്നും സപ്പോർട്ട് ഇല്ലാതെയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ പരിപൂർണ പിന്തുണയും സഹായവും നമ്മുടെ തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് അവകാശങ്ങൾക്ക് പോരാടാനും നേടിയെടുക്കാനും അതിന് നിങ്ങളുടെ പിന്തുണയാണ് ഇതിന് മുതൽക്കൂട്ടായിട്ടുള്ളത്. അതിന് നിങ്ങളുടെ പിന്തുണയും സഹായവും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൂട്ടത്തിൽ വരിസംഖ്യ കൊടുക്കാത്തത് ആരാണോ എന്നുള്ളത് നമ്മുടെ കരിവലത്താണ് ഈ കൂടുതലെ ഒരു തൊഴിലാളി ശരിയാണ്. ആ സ്വന്തം അയൽപ്പക്കത്തുള്ള ഒരു സാമൂഹ്യ ദ്രോഹി അങ്ങനെ തന്നെ പറയാം, മരിച്ചുപോയി അദ്ദേഹത്തിന് തൊഴിലാളികൾക്ക് നമ്മൾ സംഘടനയ്ക്ക് വേണം. അപ്പൊ അതുകൊണ്ട് ഓരോ പൂളിലെ ലീഡർമാരും അതാത് പൂളിലെ തൊഴിലാളികൾക്ക് നിന്ന് കിട്ടാവുന്ന പരമാവധി സംഖ്യകൾ ഒരു 10 ദിവസത്തിനകം, ഇന്ന് 5-ാം തീയതിയാണ്, 15-ാം തീയതിക്കകം അത് സഹായിച്ച് പിന്നെ നമ്മൾ ആ തൊഴിലാളികളെ സഹായിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഒന്ന് പറയാനുള്ളത്, നമ്മൾ ഓരോ പൂളിലും പല തൊഴിൽ മേഖലയിലും തൊഴിലാളികൾ കൊഴിഞ്ഞു പോകുന്നു. ആ കൊഴിഞ്ഞു പോകുമ്പോൾ ആ തൊഴിലാളികൾ മാറുന്നത് നമ്മുടെ സംഘടന അറിയുന്നില്ല എന്നുള്ളതാണ്. അത് ഖേദകരമാണ്. അത് മേലിൽ ആവർത്തിക്കാൻ പാടില്ല. ഉണ്ടെങ്കിൽ അത് സംഘടന ഇടപെട്ടുകൊണ്ട് അവരെ മാറ്റി നിർത്തും. അതിനാരാണ് കൂട്ടം നിൽക്കണം വെച്ചാൽ അവരെ പേരിൽ നടപടി ഉണ്ടാവും. അത് യാതൊരു സംശയമല്ല. കാരണം സംഘടന ഇനി നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ നിങ്ങൾക്കറിയാവുന്നത് മോട്ടോർ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഉസ്മാൻ പറയും, നമ്മുടെ മോട്ടോർ രംഗത്ത് ഒരുപാട് പ്രയാസങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു സമരം ഈ പിന്നെ 10-ാം തീയതി ഉസ്മാൻ പറഞ്ഞു, 10-ാം തീയതി വെള്ളിയാഴ്ച നമ്മൾ രാവിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസിന് മുമ്പിൽ ഒരു സമരം സംഘടിപ്പിക്കാൻ വേണ്ടി
ആ വെള്ളിയാഴ്ച രാവിലെ കൃത്യം 10 മണിക്ക് ശേഷം കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചിട്ടില്ല. അപ്പൊ നമ്മളൊരു ജില്ലാ സെക്രട്ടറിയോട് മജീദ് സാഹിബിനോടൊക്കെ കൂടി ആലോചിച്ചൊരു പാനൽ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ഇതിന്റെ പരമാധികാരികൾ. ആയിട്ട് പച്ചിരി ഫാറൂഖ്, വർക്കിംഗ് പ്രസിഡന്റായിട്ട് നെച്ചീർ മുസ്തഫ മാർക്കറ്റ്, ജനറൽ സെക്രട്ടറി NP കരീം, ട്രഷറർ K ബഷീർ മേലാറ്റൂർ കളത്തിന്, വൈസ് പ്രസിഡന്റുമാര് ഇബ്രാഹിം M മത്സ്യ മാർക്കറ്റ്, C വീരൻ കരികലത്താണി, ഇബ്രാഹിം DK ചുങ്കം, സൈഫുദ്ദീൻ AK മേലാറ്റൂർ. സെക്രട്ടറിമാര് ഹാരിസ് മലബാർ, മുസ്തഫ മങ്കട മലബാർ, അലി മാടാമ്പാറ മാർക്കറ്റ്, നിസാർ കൊഞ്ഞിയാകൃഷി. ഇത്രയും ആളുകളെയാണ് ഇപ്പോൾ നമ്മൾ ഒരു രൂപം ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അടുത്തത് നമ്മുടെ ഈ സമ്മേളനത്തിന്റെ ഒരു പ്രതിനിധി സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ സ്ഥാപക ദിനം. രാജ്യത്തിന്റെ തൊഴിലാളികളുടെ ഫാസിസ്റ്റ് വിരുദ്ധ ചേരി നിലനിർത്തി തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ധീരപ്രസ്ഥാനം STU ഫാസിസത്തെ അതിന്റെ എല്ലാ രൂപത്തിലും എതിർക്കുമെന്നും സമത്വത്തിനും നീതിക്കും എല്ലാ മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി നിലകൊള്ളുമെന്നും അടിച്ചമർത്തൽ, അവകാശ നിഷേധം, വിവേചനം, സ്വജനപക്ഷപാതം എന്നിവയിൽ നിന്ന് മുക്തമായി ഒരു ലോകവും ഇന്ത്യയും സൃഷ്ടിക്കുന്നതിനായി സജീവമായി പ്രവർത്തിക്കുമെന്നും ന്യായമായ വേതനം, സുരക്ഷിതമായ തൊഴിൽ സാഹചര്യങ്ങൾ എല്ലാ തൊഴിലാളികൾക്കും തുല്യ അവകാശങ്ങൾ എന്നിവക്കായി ഞാൻ വാദിക്കുമെന്നും പ്രവർത്തിക്കണമെന്നും തൊഴിലാളികളുടെ ക്ഷേമത്തിനും തൊഴിലാളികളുടെ അവകാശങ്ങൾക്കും അവകാശങ്ങളുടെ സംരക്ഷണത്തിനും എക്കാലവും നിലകൊള്ളുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. നേതാക്കന്മാർക്ക് ഇവിടെയുണ്ട്. അതിലുപരി ഈ സമയത്ത് ഒരുപാട് പരിപാടികളുള്ള ഈ സമയത്ത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കാനെത്തിയ എൻ്റെ തൊഴിലാളി സുഹൃത്തുക്കളെ, നമുക്കറിയാം, നമ്മൾ നേതാക്കന്മാർക്ക് വളരെയധികം കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ എപ്പോഴെങ്കിലും ഒരു മാസത്തിലോ 2 മാസത്തിലൊക്കെ ഒരു മീറ്റിംഗ് നമ്മൾ വിളിക്കാറുള്ളൂ. ആ മീറ്റിംഗിൽ എന്തായാലും നമ്മുടെ തൊഴിലാണ് ഇത്തരത്തിലുള്ള സംഖ്യ നമ്മൾ ഉപയോഗിക്കുന്നത്. അധ്യക്ഷൻ, മറ്റു പ്രിയപ്പെട്ട നേതാക്കളെ, ഇന്നിവിടെ സംഘടിപ്പിച്ച ഈ സമ്മേളനം ചുമട്ട് തൊഴിലാളി യൂണിയന്റെ നേതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെനിക്ക് മനസ്സിലായി എന്ന് നിങ്ങളുടെ ആത്മപരിശോധന നടത്തി കിടക്കുന്ന നിങ്ങളുടെ ഈ ചുമട്ട് തൊഴിലാളികളുടെ അദ്ദേഹം വന്നതിന് ശേഷം ഒരുപാട് ഭീഷണികളടക്കം നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്ന് പറയാൻ ചന്ദ്രത്തിനുള്ള നേതാവ്, അങ്ങനെയുള്ള നേതാക്കന്മാരുടെ നമുക്ക് ഇപ്പൊ പക്ഷേ നേരത്തെ പറഞ്ഞ നമ്മൾ ഇവിടത്തെ അതേ ഷോയോടെ കാണിക്കുകയാണെങ്കിൽ അവിടുന്ന് നമുക്ക് ആളെ നമ്പറാം. അപ്പൊ അതേപോലെ തന്നെ ഓരോ പഞ്ചായത്തിന്, എന്റെ പഞ്ചായത്തിൽ നിങ്ങളെ മുമ്പിൽ ഞാൻ നിൽക്കാം. പഞ്ചായത്തിനുണ്ടെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് കൈകാര്യം ചെയ്യാം. കാരണം 84 മുതലേക്ക് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇപ്പോ 60 രാവിലെ തൊട്ട് സ്വതന്ത്ര തൊഴിലാളികളുടെ നേതാക്കന്മാരെ സഹപ്രവർത്തകരെ കൂടുതലൊന്നും ഉൾപ്പെടുന്ന ഒരുപാട് പഞ്ചായത്തുകളിൽ നമ്മുടെ തൊഴിലാളികൾ എങ്ങനെ ഇതിലേക്ക് വരണമെന്ന് ആലോചിക്കുന്നതായിട്ട് ഇന്ന് എൻ്റെ അറിവിൽ പെട്ടിട്ടുണ്ട്. അവർക്ക് വേറെ സഹായിക്കാൻ ആരുമില്ല. അവരിതിലേക്ക് വരാൻ നമ്മളെല്ലാവരും ഉള്ളത്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അറിവായി അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു.